ഓം ശാന്തി. 12/2/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ വളരെ വലിയ ആഭരണ വ്യാപാരികളാണ്. നിങ്ങൾ അവിനാശി ജ്ഞാനരത്നങ്ങളാകുന്ന ആഭരണങ്ങൾ നൽകി എല്ലാവരെയും ധനികരാക്കി മാറ്റണം. ധനികൻ, സമ്പന്നൻ എന്ന് ആരെയാണ് പറയുന്നത്? സ്ഥൂലമായ ധനമുള്ളവരെയും പറയും. എന്നാൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യമുള്ളവരെയും സമ്പന്നനെന്നും ധനികനെന്നും പറയും. അങ്ങനെയുള്ള ധനികരായി മാറുന്നതിന് നമ്മുടെ അടുക്കൽ അവിനാശി ജ്ഞാനരത്നങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ജ്ഞാനരത്നങ്ങൾ എന്നത് വരുമാന മാർഗമാണ്. ജ്ഞാനരത്നങ്ങളിലൂടെയാണ് നമുക്ക് വിവേകം ഉണ്ടാകുന്നത്. വിവേകമുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗ്യം ഉയർന്നതാക്കി മാറ്റാം. ആരാണോ തന്റെ സ്വന്തം ഭാഗ്യം ഉയർന്നതാക്കി മാറ്റുന്നത്, അവർക്കാണ് മറ്റുള്ളവരുടെയും ഭാഗ്യമുണ്ടാക്കാൻ സാധിക്കുന്നത്. അതിനാൽ ഇന്ന് ബാബ പറയുകയാണ്, നമ്മൾ ഓരോ കുട്ടികളും വളരെ വലിയ ആഭരണ വ്യാപാരികളാണ്. നമ്മൾ മറ്റുള്ളവർക്ക് അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊടുത്ത് മറ്റുള്ളവരെയും സമ്പന്നരാക്കി മാറ്റണം. ചോദ്യം: തന്റെ ജീവിതത്തെ വജ്രസമാനമാക്കുന്നതിന് ഏത് കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധ ആവശ്യമാണ്? ഉത്തരം: കൂട്ടുകെട്ടിന്റെ. കുട്ടികൾ കൂട്ടുകൂടേണ്ടത് നന്നായി പെയ്യുന്നവരുമായി ആണ്. ആര് പെയ്യുന്നില്ലയോ അവരുടെ കൂട്ടുകെട്ട് വെച്ച് എന്താണ് ലാഭം? കൂട്ടുകെട്ടിന്റെ ദോഷം വളരെ ബാധിക്കുന്നു. ചിലരുടെ കൂട്ടുകെട്ടിലൂടെ വജ്രസമാനമായി തീരുന്നു. ചിലർ പിന്നെ കൂട്ടുകെട്ടിൽപ്പെട്ട് കല്ലിന് സമാനമായി തീരുന്നു. ആര് ജ്ഞാനിയായിരിക്കുമോ അവർ തീർച്ചയായും തനിക്ക് സമാനമാക്കിയെടുക്കും. കൂട്ടുകെട്ടിൽ സൂക്ഷിക്കും. ആരാണോ വജ്രസമാനമാകണം എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ളത്, അവർ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് അവരുടെ കൂട്ടുകെട്ടാണ്. കാരണം ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മേൽ നല്ല വിശ്വാസമുണ്ടായിരിക്കാം. നമ്മളുടെ ഗുണങ്ങളുടെ മേലിലും പുരുഷാർത്ഥത്തിലും വിശ്വാസമുണ്ടായിരിക്കാം. എന്നിരുന്നാലും മോശമായ കൂട്ടുകെട്ടാണ് എങ്കിൽ അത് തീർച്ചയായും നമ്മെ ബാധിക്കും. നമ്മുടെ പുരുഷാർത്ഥത്തെയും നമ്മുടെ തപസ്സിനെയും നെഗറ്റീവായി പ്രഭാവം ചെലുത്താൻ സംഘദോഷത്തിന് സാധിക്കും. നാം ഒരു കൂട്ടുകെട്ടിൽ വരുന്നത് നമ്മുടെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനാൽ ആരുമായി കൂട്ടുകൂടുന്നു എന്നത് നന്നായി ശ്രദ്ധിക്കണം. തീർച്ചയായും ആരാണോ നല്ല സേവനം ചെയ്യുന്നത്, നന്നായി ധാരണ ചെയ്യുന്നത്, നന്നായി ജ്ഞാനം മനസ്സിലാക്കുന്നത്, യോഗം ചെയ്യുന്നത്, അവരുമായിട്ടായിരിക്കണം കൂട്ടുകൂടേണ്ടത്. ആരാണോ സ്വയം വജ്രസമാനമാകുന്നത്, അങ്ങനെയുള്ളവരുടെ കൂട്ടുകൂടുന്നതിലൂടെ നമ്മളും വജ്രസമാനമായി തീരുന്നു. അല്ലാത്ത പക്ഷം നമ്മളിലും പലതരത്തിലുള്ള പ്രഭാവം ചെലുത്താൻ സംഘദോഷത്തിന് സാധിക്കും. മോശമായ കൂട്ടുകെട്ടിന് സാധിക്കും. ആരിലാണോ ജ്ഞാനമുള്ളത് അവർ തീർച്ചയായും മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കും. ഇപ്രകാരം നമ്മൾക്ക് ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കും. ബാബ പിന്നെയും പിന്നെയും പറയുകയാണ്, കൂട്ടുകെട്ട് സൂക്ഷിക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അതിന് റിട്ടേണായി പുഷ്പമായി കാട്ടണം. പരിശ്രമിക്കണം. ഒരിക്കലും ഈശ്വരീയ കുലത്തിന്റെ പേര് ചീത്തയാക്കരുത്. ആരാണോ ജ്ഞാനിയും യോഗിയുമായിട്ടുള്ളത് അവരുടെ തന്നെ കൂട്ടുകെട്ട് എടുക്കണം. 2. ഞാൻ എന്ന ഭാവം ത്യാഗം ചെയ്ത് നിരഹങ്കാരിയായി ആത്മീയ സേവനം ചെയ്യണം. ഇത് തന്റെ കടമയാണെന്ന് മനസ്സിലാക്കണം. അഹങ്കാരത്തിൽ വരരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
ബാബ നമ്മെ എന്നും വന്ന് പഠിപ്പിക്കുകയാണ്. റെഗുലറായി വരുന്നു, പങ്ക്ച്വലായി വരുന്നു. ഇങ്ങനെ വന്ന് പഠിപ്പിക്കുന്നതിന് റിട്ടേണായി നാം നന്നായി പഠിച്ച് മിടുക്കരായി മാറണം. അതായത് പുഷ്പമായി മാറണം. അതിനുള്ള പരിശ്രമം ചെയ്യണം. അതിനോടൊപ്പം നമ്മളിൽ നിന്ന് ഒരു വികർമ്മവും സംഭവിക്കരുത്. ഈശ്വരീയ കുലത്തിന്റെ പേര് ചീത്തയാകുന്ന തരത്തിൽ ഒരു കർമ്മവും സംഭവിക്കരുത്. ആരാണോ ജ്ഞാനിയും യോഗിയുമായിട്ടുള്ളത് അവരുടെ കൂട്ടുകെട്ടെടുക്കണം. മറ്റൊരു മോശമായ കൂട്ടുകെട്ടിലും പോകരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഞാൻ എന്ന ഭാവമാണ് നമ്മെ പല നല്ല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സേവനത്തിലായാലും ഞാൻ എന്ന ഭാവം ഒരു വിഘ്നമാകുന്നു. ഈ ഞാൻ എന്ന ഭാവം കളഞ്ഞ് നിരഹങ്കാരിയായി സേവനം ചെയ്യണം. ഇത് നമ്മുടെ കടമയാണ്. ഒരിക്കലും അഹങ്കാരത്തിന് മുൻതൂക്കം കൊടുക്കരുത്. വരദാനം: വ്യർത്ഥത്തെയും ശുഭഭാവത്തിലൂടെ ശ്രേഷ്ഠ ഭാവനയിലൂടെ പരിവർത്തനം ചെയ്യുന്ന സത്യമായ മർജീവയായി ഭവിക്കട്ടെ. ബാബ് ദാദയുടെ ശ്രീമത്താണ് കുട്ടികളെ വ്യർത്ഥ കാര്യങ്ങൾ കേൾക്കരുത്, കേൾപ്പിക്കരുത്, ചിന്തിക്കരുത്. സദാ ശുഭഭാവനയോടെ ചിന്തിക്കൂ, ശുഭ വാക്കുകൾ സംസാരിക്കൂ. വ്യർത്ഥത്തെയും ശുഭഭാവനയോടെ കേൾക്കൂ. ശുഭചിന്തകരായി വാക്കുകളിലെ ഭാവം പരിവർത്തനപ്പെടുത്തൂ. സദാ ഭാവവും ഭാവനയും ശ്രേഷ്ഠമാക്കി വയ്ക്കൂ. സ്വയത്തെ പരിവർത്തനം ചെയ്യൂ. അല്ലാതെ മറ്റുള്ളവരെ പരിവർത്തനം ചെയ്യണം എന്ന് ചിന്തിക്കാതിരിക്കൂ. സ്വയത്തിന്റെ പരിവർത്തനം തന്നെയാണ് അന്യരുടെയും പരിവർത്തനം. ഇതിലാണ് ആദ്യം ഞാൻ എന്ന് വരേണ്ടത്. ഇപ്രകാരം മർജീവ ആകുന്നതിൽ തന്നെയാണ് രസമുള്ളത്. ഇതിനെ തന്നെയാണ് മഹാബലി എന്ന് പറയുന്നത്. ഇതിൽ സന്തോഷത്തോടെ മരിക്കൂ. ഈ മരിക്കുന്നത് തന്നെയാണ് ജീവിക്കുന്നത്. ഇത് തന്നെയാണ് സത്യമായ ജീവദാനം. എങ്ങനെയാണോ ബാബ അതുപോലെ ആയിരിക്കണം നമ്മൾ ആത്മാക്കളും. സദാ ശുഭഭാവനയോടെ ചിന്തിക്കണം, സംസാരിക്കണം. എന്തെങ്കിലും കാരണവശാൽ ഉത്തരവാദിത്വം കാരണം വ്യർത്ഥം കേൾക്കേണ്ടി വന്നാലും ശുഭഭാവത്തോടെ കേൾക്കണം. ശുഭചിന്തകരായി വാക്കുകൾ മാറ്റി ശുഭഭാവനയുടെ വാക്കുകളിലേക്ക് പരിവർത്തനം ചെയ്യണം. മറ്റുള്ളവർ പരിവർത്തനം ചെയ്യട്ടെ, ഞാൻ എന്നിട്ട് പരിവർത്തനം ചെയ്യാം എന്നല്ല. പരിവർത്തനത്തിൽ ഞാൻ ആദ്യം എന്നത് മുന്നിൽ വയ്ക്കണം. ഇതിലൂടെ നാം മർജീവ ആയിത്തീരുന്നു. ഇതുതന്നെയാണ് രസകരമായ ജീവിതം. ഇതിനെയാണ് മഹാബലി എന്ന് പറയുന്നത്. സ്ലോഗൻ: സങ്കല്പങ്ങളുടെ ഏകാഗ്രത ശ്രേഷ്ഠ പരിവർത്തനത്തിൽ ഫാസ്റ്റ് ഗതി കൊണ്ടുവരുന്നു. സങ്കല്പങ്ങളുടെ ഏകാഗ്രത എന്നാൽ നാം എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാബയിൽ തന്നെ ഓർമ്മ തുടങ്ങുക, ബാബയിൽ തന്നെ ഓർമ്മ അവസാനിപ്പിക്കുക. അതുപോലെ ഇടയിലും ബാബയെ തന്നെ ഓർമ്മിക്കുക. ഇതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഏകാഗ്രത ഉണ്ട് എങ്കിൽ പരിവർത്തനം കൊണ്ടുവരുന്നതിൽ വേഗത കൊണ്ടുവരാൻ സാധിക്കും. ഓം ശാന്തി.